ഹേ ഗൈസ്, ഇതാണ് അശ്വിൻ ചേട്ടൻ. നമ്മളെല്ലാവരും സ്നേഹത്തോടെ ശംഭു ചേട്ടാന്ന് വിളിക്കും. ഇന്ന് ദേ ഈ ഗിഫ്റ്റ് ഒരാൾക്ക് കൊടുക്കാനുള്ള വ്ളോഗാണ്. നമുക്ക് പോകാനുള്ളത് ബാലരാമപുരത്തോട്ടാണ്. നമ്മളുടെ രണ്ടുപേരെയും കോമൺ ഫ്രണ്ടായിട്ടുള്ള ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ അച്ഛന് ഗിഫ്റ്റ് കൊടുക്കാനായിട്ടാണ് പോകുന്നത്. മെയിൻ ടാസ്ക് എന്ന് വെച്ചാൽ ഇതുപോലെ തല ആട്ടിക്കൊണ്ടിരിക്കുന്ന ശംഭു ചേട്ടൻ്റെ ഓരോ തള്ളുകൾ കേൾക്കുമ്പോഴത്തേക്ക്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങിയ സമയം തന്നെ നല്ല ലേറ്റായി. നേരത്തെ ചൂണ്ടിക്കാണിച്ചത് ഇവിടുത്തെ ഈ പെയിൻറ്റിങ്ങിനെ പറ്റി പറഞ്ഞുകൊണ്ടൊക്കെയായിരുന്നു. കണ്ടപ്പോൾ തോന്നി എന്താണെന്ന് വെച്ചാൽ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പിക്കാണെന്ന് തോന്നുന്നു. പിന്നെ ഏറ്റവും വലിയ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വഴി അറിഞ്ഞൂടാ. ഗൂഗിൾ മാപ്പ് നോക്കി ഇങ്ങനെ സമ്മതിക്കത്തില്ല. എന്താ ചെയ്യും, 2-3 പ്രാവശ്യമൊക്കെ വഴിയെല്ലാം തെറ്റിയിട്ട് അവസാനം ആരുടെ അടുത്തെങ്കിലും ചോദിക്കാമെന്ന് വിചാരിച്ചു. ഇറങ്ങിയത് ലേറ്റായിട്ട് അവസാനം വഴി തെറ്റി നല്ല ലേറ്റായി. ഞാൻ പിന്നെ ബാക്ക് സീറ്റിൽ ഇതും പിടിച്ചുകൊണ്ടങ്ങ് സേഫായിട്ടങ്ങ് ഇരിക്കും. പിന്നെ ഇങ്ങനെ എവിടെയെങ്കിലും വെച്ച് വഴി തെറ്റിക്കും. അവസാനം പിന്നെ ഞാൻ അതങ്ങ് എൻജോയ് ചെയ്തു തുടങ്ങി. എല്ലാ സ്ഥലങ്ങളും ഒക്കെ കണ്ട് പോയി അവസാനം എന്താ വൈകിട്ടായി. മാമൻ ജോലി ചെയ്യുന്ന കടയിലോട്ടാണ് നമുക്കിനി പോകാനുള്ളത്. അങ്ങനെ ലാസ്റ്റ് ഇവിടെ എത്തിയതിൻ്റെ സന്തോഷമാണ് ആ മുഖത്ത് കാണുന്നത്. ഇനിയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് മാമനെ സർപ്രൈസ് ചെയ്യണം. പക്ഷെ ശംഭുച്ചേട്ടൻ നേരെ എക്സൈറ്റ്മെൻറ്റിൽ ചെന്നിട്ട് 2 ചായ ഓർഡർ ചെയ്ത് അവിടുത്തെ മാമൻ ചെന്ന് ഒരേ ചിരിയായി. ചേട്ടാ ആദ്യം ഒന്ന് സ്റ്റക്കായിട്ട് നിന്നെങ്കിലും ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടി സെറ്റ് ചെയ്ത് തന്ന് നമ്മൾ അപ്പുറത്തെ ചെയറിലോട്ട് പിടിച്ചിരുത്തിയിട്ട് ഇപ്പോൾ വരുമെന്നും പറഞ്ഞ് ആള് വിളിച്ചുകൊണ്ട് വന്നു. എന്തെങ്കിലും വിശേഷം ഉണ്ടോ? ഇല്ല, ഒരു വിശേഷമില്ല. ഒരു വിശേഷം. ഹാപ്പി ബർത്ത്ഡേ. എന്നാ ഒരു സമ്മാനം തന്നു വിട്ടിട്ടുണ്ട്. പറ ആരായിരിക്കും, പറ ആര് തരാനാണ് ചാൻസ് കൂടുതൽ? ഇഷ്ടപ്പെട്ട സന്തോഷമില്ലാത്ത ചിരിക്കി. അങ്ങനെ അവസാനം എന്തായി, അവർ രണ്ടുപേരും നല്ല ഹാപ്പിയായി. നമ്മളെന്താ ഹാപ്പി ബ്ലോക്കും ആയി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.